നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്കമാലിയിൽ വിദ്യാർത്ഥിനിയെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ സുകുമാരക്കുറുപ്പാകാൻ ശ്രമിച്ച ഡോക്ടർ സിറിയക് പി ജോർജിന്റെ കളി ഒടുവിൽ പോലീസിന് മുന്നിൽ അവസാനിച്ചു. ആധുനിക കാലത്തെ പിടികിട്ടാപ്പുള്ളിയായി ഒളിവിൽ കഴിയാൻ സിറിയക് നടത്തിയ എല്ലാ തന്ത്രങ്ങളും വാഗമണിലെ ഒരു ഹോം സ്റ്റേ ഉടമയുടെ ജാഗ്രതയ്ക്ക് മുന്നിൽ തകരുകയായിരുന്നു. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജ് വിദ്യാർത്ഥിനി ജസ്ലിയ ജോൺസൺ കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായ ഇയാൾ വെള്ളിയാഴ്ച രാവിലെയോടെയാണ് വാഗമൺ പോലീസിന്റെ വലയിലായത്. തിരിച്ചറിയാതിരിക്കാൻ മീശയും താടിയും വടിച്ച് വേഷം മാറി ഒളിവിൽ കഴിയാൻ സിറിയക്കിന് ബുദ്ധി ഉപദേശിച്ചതോ സ്വന്തം അച്ഛനും. സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വാഗമണിലെ കണ്ണംകുളം മാസിക്കോഫ് ഫാക്ടറിക്ക് സമീപമുള്ള ഹോം സ്റ്റേയിലായിരുന്നു സിറിയക്കിന്റെ ഒളിവു ജീവിതം. ബുധനാഴ്ച രാത്രി ഇവിടെ എത്തിയത് മുതൽ അതീവ രഹസ്യ സ്വഭാവമാണ് ഇയാൾ പുലർത്തിയിരുന്നത്. പകൽ സമയങ്ങളിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെയും പുറത്തിറങ്ങുമ്പോൾ മുഖം മറയ്ക്കാൻ മാസ്ക് ധരിച്ചും ഇയാൾ സംശയം ജനിപ്പിച്ചു. രാത്രികാലങ്ങളിൽ മുറിയിൽ ലൈറ്റുകൾ ഇടാതെ ഇരുട്ടിലിരുന്ന സിറിയക്കിന്റെ പെരുമാറ്റം ഹോം സ്റ്റേ ഉടമയിൽ ഭയവും സംശയവും ഉണ്ടാക്കി. ഇയാൾ എന്തെങ്കിലും വലിയ കുറ്റം ചെയ്തിട്ട് ഒളിവിൽ വന്നതാണോ എന്ന നിഗമനത്തിൽ ഉടമ എത്തിച്ചേരുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ ബന്ധുവിന് വാഗമണിൽ മറ്റൊരു റിസോർട്ട് ഉണ്ടെന്ന വിവരം ഉടമ അറിയുന്നത്. ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തിരഞ്ഞപ്പോൾ സിറിയക്കിന്റെ പഴയ ചിത്രവും ലഭിച്ചു. താടിയും മീശയും വടിച്ച നിലയിലായിരുന്നുവെങ്കിലും തന്റെ മുന്നിലുള്ള ആൾ സിറിയക്ക് തന്നെയാണെന്ന് ഉറപ്പിച്ച ഉടമ ഉടൻ തന്നെ വാഗമൺ CIയെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് മഫ്തിയിൽ ഹോം സ്റ്റേയിൽ എത്തിയപ്പോൾ അവരെ വെട്ടിച്ച് ഓടിപ്പോകാൻ സിറിയക്ക് അവസാനവട്ട ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. പോലീസിനെ കണ്ട് ഞെട്ടിയ പ്രതിയെ ബലം പ്രയോഗിച്ചാണ് കീഴ്പ്പെടുത്തിയത്. പ്രതിയെ പിന്നീട് അങ്കമാലി പോലീസിന് കൈമാറി. ഒരു വിദ്യാർത്ഥിനിയുടെ ജീവനെടുത്ത ശേഷം നിയമത്തിന് മുന്നിൽ നിന്ന് വഴുതി മാറാൻ സിറിയക്ക് പ്ലാൻ ചെയ്ത സിനിമയെ പോലും വെല്ലുന്ന ഒളിവ് ജീവിത കഥയാണ്. ഇതോടെയാണ് ഇപ്പോൾ തിരശ്ശീല വീണിരിക്കുന്നത്. സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പഠനത്തോടൊപ്പം തന്നെ ജോലിക്ക് പോകുമായിരുന്ന വിദ്യാർത്ഥി തിരികെ ജോലി കഴിഞ്ഞ ഹോസ്റ്റലിലേക്ക് വരുന്ന വഴിക്കാണ് ഇയാളുടെ XUV 700 കാറ് ഇടിച്ചു തെറിപ്പിച്ചത്. അതിനുശേഷം നിർത്താതെ പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഈ യുവതിയെ ഉടൻ തന്നെ ഈ കുട്ടിയെ 19-കാരിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ കിടന്ന 4-ാം തീയതിയാണ് മരണത്തിന് കീഴടങ്ങിയത്. പിതാവും മാതാവും ഒരുമിച്ച് ഒടുവിൽ അവയവദാനത്തിന് സമ്മതം മൂളുകയും ഒക്കെയായിരുന്നു. ഇയാളെ പോലീസ് ഇതുവരെയും കണ്ടെത്താത്തത് വലിയ വീഴ്ചയായി, പോലീസിന്റെ വലിയ വീഴ്ചയായി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ഹോട്ടൽ ഉടമയുടെ കൃത്യമായ നിരീക്ഷണത്തിനൊടുവിൽ ഇയാൾ പിടിയിലാകുന്നത്.